കത്തുന്നത് എന്ന അർത്ഥം വരുന്ന സോദോം സിദ്ദിം താഴ്വരയിലെ ഒരു നഗരമായിരുന്നു. അത് നിവാസികളുടെ ദുഷ്ടതയ്ക്ക് കുപ്രസിദ്ധമാണ്. അത് സ്വർഗീയ തീയാൽ നശിപ്പിക്കപ്പെടാൻ ഇടയായി. ഈ നഗരത്തിൻ്റെ തകർച്ച പതിവായി വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നു. സോദോം സാർവത്രിക ദുഷ്ടതയുടെ സ്ഥലമായിരുന്നു. അവിടെ എല്ലാ പ്രായത്തിലും പശ്ചാത്തലത്തിലും ഉള്ളവർ നികൃഷ്ടമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു. പാപകരമായ രൂപകൽപ്പനകൾ ഏകകണ്ഠമായി പിന്തുടരുക, സോദോമി എന്നറിയപ്പെടുന്ന പ്രകൃതി വിരുദ്ധവും മ്ലേച്ഛവുമായ പാപത്താൽ അടയാളപ്പെടുത്തപ്പെട്ട ദുഷ്ടതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് അവർ എത്തിയിരുന്നു. നികൃഷ്ടമായ വാത്സല്യങ്ങളായി പ്രേരിതരായി അവർ തങ്ങളുടെ പാപകരമായ പദ്ധതികളെ ബലപ്രയോഗത്തിലൂടെയും ധിക്കാരത്തോടെയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. സദ്ഗുണത്തിനെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു. അവരുടെ നാണം കെട്ടതും ധിക്കാരപരവുമായ പാപം അവർക്ക് ധീരരായ പാപികൾ എന്ന ഖ്യാതി നേടിക്കൊടുത്തു. നിത്യാഗ്നിയുടെ പ്രതികാരത്തിന് സോദോമികളും ചുറ്റുമുള്ള സമതലങ്ങളിലുള്ളവരും ലൈംഗിക വികൃതികളിൽ കുറ്റക്കാരായിരുന്നു. അഹങ്കാരവും തണ്ടും ഈ നഗരങ്ങളുടെ സവിശേഷതയായിരുന്നു. അവർ അഭിമാനികളും സ്വയം പ്രാധാന്യമുള്ളവരുമായിരുന്നു. ദരിദ്രരെ അവർ സഹായിച്ചില്ല. സോദോമിൻ്റെയും ഗൊമോറയുടെയും അധപ്പതനം ലോത്തിന്റെ ഭാര്യയെയും മരുമക്കളെയും വിനാശകരമായി ബാധിച്ചു. ലോത്തിന്റെ മരുമക്കൾക്ക് വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ടു. വിട്ടുപോകാൻ ലോത്ത് അവരോട് അപേക്ഷിച്ചു. പക്ഷേ വിഡ്ഢികൾ പരിഹസിച്ച് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സോദോമിലെ ജനങ്ങൾക്ക് ദൈവത്തിലേക്ക് തിരിയാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ അത് നിരസിച്ചു. അബ്രഹാം ഒരു ഘട്ടത്തിൽ അവരെ രക്ഷിച്ചു. മൽക്കിസേദക്കിനൊപ്പം അബ്രഹാമിന്റെ ആരാധനയ്ക്ക് അവർ സാക്ഷിയായി. കൂടാതെ നീതിമാനെങ്കിലും ബലഹീനനായ ലോത്ത് അവരുടെ ഇടയിൽ ജീവിച്ചിരുന്നു. ഈ ഇടപെടലുകൾ ഉണ്ടായിട്ടും അവർ സത്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. ക്രിസ്തുവിനെ അംഗീകരിക്കാനും പിന്തുടരാനുമുള്ള നിരന്തരമായ വിസമ്മതം ആത്യന്തികമായി കഠിനമായ ന്യായവിധിയിലും സോദോമിയരും ഗോമോറക്കാരും അനുഭവിച്ചതിനേക്കാൾ ഭയാനകമായ ദൈവകോപത്തിന്റെ കുത്തൊഴുക്കിൽ കലാശിക്കും. സോദോമിന്റെ ദുഷ്ടത ദൈവത്തിന്റെ ന്യായവിധി അനിവാര്യമായ ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നുവെന്നും ഒരു മുന്നറിയിപ്പോ പ്രവചന സന്ദേശമോ അവരുടെ വിധി മാറ്റാൻ കഴിയുമായിരുന്നില്ല എന്ന് ബൈബിൾ വിവരണം സൂചിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്.